പശ്ചിമേഷ്യയിലെ സംഘർഷത്തിൽ ഇസ്രായേലിനും ഗൾഫ് രാജ്യങ്ങൾക്കും കടുത്ത മുന്നറിയിപ്പുമായി ഇറാൻ. തങ്ങളുടെ രാജ്യത്തെ ഊർജ്ജ നിലയങ്ങൾക്ക് നേരെ ഇസ്രായേൽ ആക്രമണം തുടരുകയാണെങ്കിൽ പശ്ചിമേഷ്യൻ മേഖലയിലെ മറ്റ് രാജ്യങ്ങളിലെ എണ്ണ ഉൽപാദന കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ട് ആക്രമണം നടത്തുമെന്നാണ് മുന്നറിയിപ്പ്. ഇറാൻ സൈന്യമാണ് മുന്നറിയിപ്പ് നൽകിയത്. നിലവിൽ പശ്ചിമേഷ്യൻ മേഖലയിൽ സംഘർഷങ്ങൾ തുടരുന്നത് ആഗോള വിപണിയിൽ ഇന്ധനവില കുത്തനെ ഉയരാൻ കാരണമാകുമെന്ന സൂചനയും ഇറാൻ നൽകുന്നുണ്ട്. ഇറാന്റെ സെൻട്രൽ മിലിറ്ററി കമാൻഡ് വക്താവ് ഇബ്രാഹിം സോൾഫഗാരി ആണ് ഇക്കാര്യം പറഞ്ഞത്. ഇറാനിലെ എണ്ണ ഉൽപാദന കേന്ദ്രങ്ങൾക്കെതിരായ ആക്രമണം ഉടൻ അവസാനിപ്പിച്ചില്ലെങ്കിൽ സമാനമായ നടപടി ഇറാനും മേഖലയിൽ നടത്തും. ക്രൂഡ് ഓയിൽ ബാരലിന് $200 വർദ്ധിക്കുന്നത് സഹിക്കാൻ കഴിയുമെങ്കിൽ മാത്രം നിങ്ങൾ ഈ കളി തുടരുക എന്നാണ് ഇബ്രാഹിം സോൾഫഗാരി പറഞ്ഞത്. അതേസമയം ഇറാൻ പ്രകോപനമില്ലാതെ ആക്രമിക്കുകയാണെന്ന് ഗൾഫ് രാജ്യങ്ങൾ ആവർത്തിക്കുന്നു. തങ്ങളുടെ രാജ്യത്തെ അടിസ്ഥാന സൗകര്യങ്ങളും ജനവാസ കേന്ദ്രങ്ങളും ലക്ഷ്യമിട്ട് 1400-ലധികം ബാലിസ്റ്റിക് മിസൈലുകളും ഡ്രോണുകളും ഇറാൻ വിക്ഷേപിച്ചതായി UAE കുറ്റപ്പെടുത്തി. ഇപ്പോഴും സ്വയം പ്രതിരോധത്തിലൂന്നിയാണ് തങ്ങൾ നിൽക്കുന്നതെന്നും UAE ഓർമ്മപ്പെടുത്തി. അതേസമയം സൗദി അറേബ്യയ്ക്ക് നേരെ ഇറാൻ നടത്തിയ പ്രൊജക്ടൈൽ ആക്രമണത്തിൽ ഒരു ഇന്ത്യൻ പൗരൻ മരിച്ചുവെന്ന റിപ്പോർട്ടുകൾ റിയാദിലെ ഇന്ത്യൻ എംബസി നിഷേധിച്ചു. ആക്രമണത്തിൽ പരിക്കേറ്റ ഒരു ഇന്ത്യക്കാരൻ നിലവിൽ അൽ ഖർജിലെ സർക്കാർ ആശുപത്രിയിൽ ചികിത്സയിലാണെന്നും എംബസി അറിയിച്ചു. ഇന്നലെ വൈകുന്നേരം അൽ ഖർജിൽ ഉണ്ടായ ദൗർഭാഗ്യകരമായ സംഭവത്തിൽ ഒരു ഇന്ത്യക്കാരനും മരിച്ചിട്ടില്ല എന്നത് ആശ്വാസകരമാണ്. ഈ വിഷയത്തിൽ ബന്ധപ്പെട്ട സൗദി അധികൃതരുമായി എംബസി ബന്ധപ്പെട്ടിട്ടുണ്ടെന്നും പ്രസ്താവനയിൽ പറഞ്ഞു. കൗൺസിലർ വൈസ് സാബിർ ഇന്നലെ രാത്രി അൽ ഖർജിൽ സന്ദർശനം നടത്തുകയും ദൗർഭാഗ്യകരമായ സംഭവത്തിൽ ഉൾപ്പെട്ട പരിക്കേറ്റ ഇന്ത്യൻ പൗരനെ കാണുകയും ചെയ്തുവെന്നും എംബസി കൂട്ടിച്ചേർത്തു. ഒരു ജനവാസ മേഖലയിൽ പതിച്ച ഒരു സൈനിക പ്രൊജക്ടൈൽ മൂലം ഇന്ത്യക്കാരനും ബംഗ്ലാദേശി പൗരനും കൊല്ലപ്പെട്ടതായി സൗദി സിവിൽ ഡിഫൻസ് ഏജൻസി നേരത്തെ പറഞ്ഞിരുന്നു. സൗദിയിൽ അൽ ഷൈബ എണ്ണപ്പാടത്തിനു നേരെ അയച്ച ഡ്രോണുകൾ തകർത്തു. അൽ ജൌഫ് മേഖലയിലേക്കും ആക്രമണമുണ്ടായി. പ്രിൻസ് സുൽത്താൻ എയർബേസിലേക്ക് ബാലിസ്റ്റിക് മിസൈൽ ആക്രമണമുണ്ടായി. റിയാദിലും ആക്രമണശ്രമം ഉണ്ടായി. ബഹ്റൈനിൽ ആക്രമണത്തിൽ ഒരാൾക്ക് ഗുരുതര പരിക്കുപറ്റി. വേറെയും ആളുകൾക്ക് പരിക്കുണ്ട്. സിത്രിയയിൽ വീടുകൾ തകർന്നു. UAEയിലെ ഫുജൈറയിൽ ഡ്രോൺ അവശിഷ്ടം വീണുണ്ടായ തീപിടുത്തം നിയന്ത്രിച്ചു. UAE പ്രസിഡന്റും പ്രതിരോധ മന്ത്രിയും പ്രതിരോധ മന്ത്രാലയം സന്ദർശിച്ചു. കുവൈറ്റിൽ പുലർച്ചെ വിവിധ ആക്രമണ ശ്രമം നടന്നു. സൗദിയിൽ ചൈനീസ് പ്രതിനിധി സംഘം GCC നേതാക്കളെ കണ്ടു. അതിനിടെ പശ്ചിമേഷ്യൻ സംഘർഷത്തിൽ പങ്കാളിയാകുമെന്ന അഭ്യൂഹങ്ങളിൽ വ്യക്തത വരുത്തി UAE രംഗത്തെത്തി. മേഖലയിൽ നിലനിൽക്കുന്ന യുദ്ധ സാഹചര്യത്തിൽ തങ്ങൾ യാതൊരു വിധത്തിലും നേരിട്ട് പങ്കാളികളാകില്ലെന്ന് UAE വ്യക്തമാക്കി. ഇക്കാര്യത്തിൽ ആർക്കും സംശയം വേണ്ടെന്നും UAE യുദ്ധത്തിലേക്ക് വലിച്ചിഴക്കപ്പെടുന്നു എന്ന തരത്തിൽ പ്രചരിക്കുന്ന അഭ്യൂഹങ്ങൾ വസ്തുതയല്ലെന്നും ഔദ്യോഗികമായി വ്യക്തമാക്കി. തങ്ങൾക്ക് നേരെയുള്ള വെല്ലുവിളികളെ പ്രതിരോധിക്കുന്നതിൽ മാത്രമാണ് നിലവിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതെന്നും സമാധാനപരമായ അന്തരീക്ഷമാണ് ആഗ്രഹിക്കുന്നതെന്നും UAE വിവരിച്ചു. നിലവിലെ സംഘർഷങ്ങളിലേക്ക് നേരിട്ട് ഇടപെടാനോ സൈനിക നീക്കങ്ങളുടെ ഭാഗമാകാനോ താൽപര്യമില്ലെന്ന് വ്യക്തമാക്കിയ UAE നയതന്ത്ര ചർച്ചകളിലൂടെ പ്രശ്നപരിഹാരം കണ്ടെത്തണമെന്ന നിലപാടിലാണ് ഉറച്ചു നിൽക്കുന്നത്. മേഖലയിലെ സമാധാനമാണ് UAE ആഗ്രഹിക്കുന്നതെന്നും വ്യക്തമാക്കിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.